ഭാവിയിൽ ആക്ടർ ആവണമെന്ന് താല്പര്യമുള്ള ആൾക്കാരെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ട് തോന്നി. അച്ഛനെ തോപ്പിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല. ഈ സിനിമാ നടന്മാരോട് ഭയങ്കര ഇഷ്ടം കണ്ടിട്ടുണ്ട്. ഒരു അൺകണ്ടീഷണൽ ലവ് അനുഭവിക്കാനായിട്ട് എപ്പോഴും പറ്റാറുണ്ട്. അതിൽ അഭിരമിച്ചു പോവല്ല, അതിൽ ആനന്ദിക്കാറുണ്ട്. എപ്പോഴും ആനന്ദമാണ്, സന്തോഷമാണ്. തീർച്ചയായും കോസ്റ്റ്യൂം ഒക്കെ ഭയങ്കര എടുത്തു പറയേണ്ട കാര്യമാണ്. ഭയങ്കര അടിപൊളിയായിട്ട് കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്യാമറ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലതായിരുന്നു. ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇമോഷണലി കണക്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എല്ലാം നല്ലതാണ്. ടോവിനോ ചെയ്തത് നല്ലതാണ്, ഡയറക്ഷൻ നല്ലതാണ്, ക്യാമറ നല്ലതാണ്, എല്ലാം നല്ലതാണ്. രണ്ടുപേരും രണ്ട് ക്യാരക്ടറാണ്. രണ്ടുപേരും രണ്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. അത് ഓരോ സീൻ വൈസ് നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ചിലപ്പോ അവരായിരിക്കാം, പേഴ്സണലി ആയിരിക്കാം, നമുക്കറിയാൻ പറ്റില്ല. ഒരുപാട് മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ആക്ടേഴ്സ് ഇനി വരാൻ പോകുന്ന ഇപ്പോ ആക്ടിങ് പഠിച്ച് ഭാവിയിൽ ആക്ടർ ആവണമെന്ന് താല്പര്യമുള്ള ആൾക്കാരെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ട് തോന്നി. അങ്ങനെ തോന്നിയിട്ടില്ല. ചിലപ്പോ ആയിരിക്കും, അറിയില്ല. എല്ലാം നല്ലതാണ്. ഓവറോൾ പടം അടിപൊളിയാണ്. ആ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ ഓൾസോ, ദ ക്ലൈമാക്സ് ഷോട്ട് ദാറ്റ് വാസ് ടേക്കൻ, it moved me to tears. ഈ സിനിമയിൽ ഇമോഷണൽ കണക്ഷൻ ആക്കി ജനങ്ങളെ ആകർഷിക്കാനുള്ള ശ്രമം എത്രത്തോളം വിജയിച്ചു? I told you I had tears in my eyes, and usually I don't have tears in my eyes. So when that ഒരു ബിൽഡപ്പ് ആണ് അത് വർക്ക് ആയത്. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കണ്ണൊന്നും നിറയുന്ന അതൊന്നും അല്ലല്ലോ. സോ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറുകൾക്ക് ബാലുവിനെ പോലെ ഇത്തരത്തിലുള്ള ഒരു ടീച്ചിങ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ വേണം എന്നുള്ളത് തോന്നുന്നുണ്ടോ? ഈ സൂപ്പർ സ്റ്റാറുകളുടെ പേര് നടിച്ചു നടക്കുന്ന ആൾക്കാർ that is നടിച്ചു നടക്കുന്ന I don't know about that, but as actors അതൊരു പ്രൊഫഷൻ അല്ലേ. അപ്പൊ ഒരു പഠിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനുമാണ്. അപ്പൊ അത് തെറ്റാണ്, അത് ശരിയാണെന്നൊന്നും പറയാൻ എനിക്കൊരു ഇതില്ല. പക്ഷെ എനിക്കിത് വർക്കായി. നന്നായിട്ടുണ്ട്. നല്ല അഭിനയമാണ്. ഒരു എന്റർടൈൻ മൂവിയാണ്, പക്ക എന്റർടൈൻ മൂവിയാണ്. ചെറിയ ലാഗ്, എന്തെങ്കിലും ചെറിയൊരു മൈനോട്ടായി ലാഗ് ഉണ്ട്. എന്നാലും ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നന്നായിട്ടുണ്ട്. അടിപൊളിയാണ്. ഇറ്റ്സ് എൻ ഓൾ ഇൻ ഓൾ എന്റർടൈനർ. അതിന്റെ ഒപ്പം ഇമോഷൻസും ഉണ്ട്. സോ ഇറ്റ്സ് എ ഡ്രാമ, പക്ഷേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുള്ളി ടോൾഡ് വൺ. യെസ്, കുറച്ച് നാളായി ബാലുവിനെ ഇങ്ങനെ കണ്ടിട്ട്. സോ ഐ എം വെരി ഹാപ്പി ടു സീ ഹിയർ. യെസ്, ബാലു നല്ല രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്നു. നല്ല പടം, സൂപ്പർ പടം, അടിപൊളിയേ. രസമുണ്ട്, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് മൂവിയാണ്. ഒരു നല്ല മെസ്സേജും ഉണ്ട്. സോ ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. ഇമോഷണലി കണക്ട് ചെയ്യിപ്പിച്ചോ? അവസാനം കണ്ണു നിറയിച്ചോ? അത്രയും ഒരു ഇമോഷണലി കണക്ട് ചെയ്യിപ്പിച്ചോ എന്ന് പറയാൻ പറ്റുന്നില്ല. ബട്ട് ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. ഒരു നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യുന്നു. അടിപൊളിയാ. ശരിക്കും സിനിമക്കുള്ളിൽ ഒരു സിനിമ കണ്ട്, ശരിക്കും അതിലൊരു ക്രൂ മെമ്പറോ അങ്ങനെ വല്ല ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റ് ആയതിനെ. ഞാൻ അങ്ങനെയൊന്നും ആരും അല്ല. സിനിമ പറഞ്ഞിട്ട് എല്ലാ സിനിമകളും വൻ ഹിറ്റ് ആയിട്ടുണ്ട്. അതെ, ലിസ്റ്റിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അത് ഓരോ പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. സിനിമ ആസ്വദിക്കണ അനുസരിച്ചിരിക്കും. ചിലർക്ക് ആ പടം ഇഷ്ടപ്പെടും, ചിലർക്ക് ഈ പടം ഇഷ്ടപ്പെടും. എനിക്കോ ഇഷ്ടപ്പെട്ടു, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. അതായത് എനിക്ക് സാധാരണ അനൂപ് വലിയ ഇതായിട്ട് ഫീൽ ചെയ്യാറില്ല. പക്ഷേ പുള്ളീന്റെ അഭിനയവും എല്ലാ കോൺട്രിബ്യൂഷനും അടിപൊളിയായിരുന്നു. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ അടിപൊളിയായിട്ട് പോയി. തട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. മെയിൻലി ഇമോഷണൽ ആയില്ല. അടിപൊളിയായിരുന്നു, പക്ഷെ എനിക്ക് ഇമോഷണലി ആയില്ല. ജിജണ്ണ ഇതുവരെ ഇറങ്ങിയ പടങ്ങളെക്കാള് വേറൊരു തരത്തിലുള്ള പടമാണത്. ഇതുവരെ ഇറങ്ങിയെന്ന് വെച്ചാൽ ഒരു എന്റർടൈനർ, അതില്ലെങ്കിൽ ഒരു കോമഡി എന്റർടൈനർ, അങ്ങനത്തെ ഒരു ഇത് ഒരു എന്റർടൈനർ എന്ന ഉപരി ഇതൊരു ഇമോഷണലി ഭയങ്കര കണക്ട് ആവുന്ന ഒരു പടമാണ്. ഒരു ഇമോഷണൽ, ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഇമോഷണൽ ജേർണി. ഏതാ അച്ഛനോട് ആശിക്കുന്ന അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അച്ഛനെങ്ങനെ പറഞ്ഞു, അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു. ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അടുത്ത സിനിമയിൽ വിളി വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആ സിനിമയിൽ വിളി വന്നു, അത് നടികറായിരുന്നു. ആ പടം ഇത്ര നല്ല ഇതിൽ പോകുന്നതിന് ഭയങ്കര സന്തോഷം. അച്ഛനെ തോപ്പിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല.
അനുജാന തിയേറ്ററിൽ കണ്ടപ്പോൾ നല്ല കയ്യടിയായിരുന്നു. അതെന്റെ ആൾക്കാരാ, ഞാൻ ഇറക്കിയ പിള്ളേരാ. അത്തരത്തിലുള്ള ആളുകളുണ്ടോ കൂടെ? ഏതാ? ഇങ്ങനെ നമ്മുടെ പെർഫോമൻസ് എന്റെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാ. അവര് വന്ന് അവര് കൈയടിക്കും, എന്നെ കാണുമ്പോൾ കൈയടിക്കില്ലേ? എന്താണെന്ന് വെച്ചാൽ